ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, ഇരിക്കാം. ഈ സങ്കീർത്തനം ഇപ്പോൾ വിവരിക്കാൻ പോയാൽ സമയം ഒരുപാടെടുക്കും. പക്ഷേ ഒരു സൂചനയായിട്ട് ഇത്രയും മനസ്സിലാക്കുക, എന്താണ് ഈ പച്ചയായ പുൽത്തകിടി? പ്രതീകങ്ങളാണെന്ന് അറിയാലോ. എന്താണ് പച്ചയായ പുൽത്തകിടിയുടെ അർത്ഥം? പച്ച പുൽത്തകിടി എന്ന് ഇതിൻ്റെ അർത്ഥം വിശുദ്ധ പോപ്പ് ബെനഡിക്റ്റ് എന്ന് പറയാൻ പോവുകയായിരുന്നു ഞാൻ. പോപ്പ് ബെനഡിക്റ്റ് അതിനെക്കുറിച്ച് നൽകിയ ഒരു വ്യാഖ്യാനങ്ങളുണ്ട് ഇങ്ങനെ സങ്കീർത്തനം. ഇപ്പോൾ പോപ്പ് ബെനഡിക്റ്റ് പറയുന്നതായിരുന്നു, ഈ പച്ചപ്പുൽ എന്ന് പറയുന്നത് വചനമാണ്. ഇടയൻ ആടുകളെ തീറ്റിക്കുന്നു എന്ന് പറയുന്നത് അജഗണത്തെ. ഈശോ നമ്മളെ എന്താ ഈശോ ആദ്യം തീറ്റിക്കുന്നത്? വചനം. ആ പച്ച പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോകും. വലിയ ജലാശയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ഇത്രയും മാത്രം വെച്ചുകൊണ്ട് ഇനി പിന്നീട് നിങ്ങളതിനെ പാടിക്കോ. എനിക്ക് ഈ സങ്കീർത്തനം ഹിന്ദിയിലാണ് ഭയങ്കര ഇഷ്ടം. ഹിന്ദിയിലാണ് എനിക്കിഷ്ടം. ഒരുപാട് പാടണ്ട, എന്നാലും അതൊന്ന് ഇവിടെ നിങ്ങൾ മിഷനിലോ അല്ലെങ്കിൽ ഹിന്ദിയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഹിന്ദി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടോ? ഒരാളെങ്കിലും ഉണ്ടല്ലോ. हिंदी हमारा राष्ट्रभाषा है, इसलिए वो सब सीखना चाहिए. അപ്പോൾ ഹിന്ദിയിൽ ഒരു രണ്ട് വരി ഞാനൊന്ന് പാടാം. യേശു है सच्चा गडरिया हम उसके बेड़े हैं हरी चराइयों में हमें चराता है. കണ്ടോ? യേശു ഗഡരിയ. ഗഡരിയ എന്ന് പറഞ്ഞാൽ ഇടയൻ. യേശു है सच्चा गडरिया हम उसके बेड़े हैं हरी चराइयों में हमें चराता है घाटी पहाड़ियों में ले चलता है जहाँ पर सुख की झरने बहती है. घाटी पहाड़ियों में ले चलती है. അങ്ങനെ जहाँ पर सुखदाई जल की झरने बहती है यीशु है सच्चा गडरिया हम उसके बेड़े हैं. ഇനി അടുത്തത് ഇതാണ്. हमें किसी का डर अब नहीं है. എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. हमें किसी का डर अब नहीं है
क्योंकि हमारे साथ यीशु है सच्चा गडरिया ഒന്ന് കൈയടിച്ച് പാടിയ यीशु है सच्चा गडरिया हम उसके बेड़े हैं हमें चराइयों में हमें चराता है यीशु है सच्चा गडरिया हम उसके बेड़े हैं हरी चराइयों में हमें चराता है. ഓക്കെ, നമ്മൾ രാവിലെ മുതൽ ജ്ഞാനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ട് കയറണില്ല. സങ്കീർത്തനങ്ങളിൽ തന്നെ കറങ്ങിയടിച്ച് നടക്കുകയാണ്. രാവിലെ കുറച്ച് നേരം ജ്ഞാനത്തെക്കുറിച്ച് വന്നു, പക്ഷേ അത് പോരാ. നിങ്ങൾക്ക് ജ്ഞാനം വേണ്ടേ? വേണോ? ഒന്ന് ദാഹിക്ക്. ദൈവമേ, ആ ജ്ഞാനത്തിൻ്റെ ഖജാന തുറക്കണമേ. ദൈവിക ജ്ഞാനം ഞങ്ങളിലേക്ക് ഒഴുകണമേ. അങ്ങനെ ഒന്ന് ദാഹിക്കുമ്പോൾ ഈ ആ ടോപ്പിക്ക് തന്നെ ജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് വെളിപ്പെടുത്താനുണ്ട്. പക്ഷെ അതിലേക്ക് പോകാൻ പറ്റണില്ല. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഒട്ടും പറ്റൂല. എല്ലാവർക്കും ഒരു സിയസ്റ്റയുടെ സമയമാണ്. എന്നാലൊരു പണിയാം. നമുക്ക് വേറൊരു ട്രാക്കിലേക്ക് പോകാം. ഈ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് നമുക്ക് ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പം നമുക്കൊരു ഷെയറിങ് സെഷൻ എടുക്കാം. ഒരു ഷെയറിങ്. ഇന്ന് നമ്മൾക്ക് രാവിലെ മുതലുള്ള ഇന്നത്തെ നമ്മുടെ വചന പങ്കുവയ്ക്കലിലൂടെ നിങ്ങളിൽ എന്താണ് നിങ്ങളെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഒന്ന് ചിന്തിക്കൂ. ഈ ചിന്തിക്കുന്നത് തന്നെ ധ്യാനമാണല്ലോ. അതാണ് വലിയൊരു പ്രകാശം. നമ്മളൊന്ന് ചിന്തിക്കൂ. എന്താണ് ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതലായി സ്പർശിച്ചത്, ആകർഷിച്ചത്, നമുക്ക് പ്രയോജനമെന്ന് തോന്നിയ ഒരാശയം? ഒന്നോ രണ്ടോ ആശയം അതൊന്ന് അടുത്തിരിക്കുന്ന ആളുമായിട്ട് പങ്കുവയ്ക്കുക.